നിങ്ങളോട് ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ആയി, എക്സാമ്പിൾ നിങ്ങളുടെ പുറത്തുള്ള ഒരാൾ പറയുന്നു ഈ വർഷം വിനർ ഇയാളാവും, അപ്പോൾ നിങ്ങളുടെ മാനസിക അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായിരിക്കും ഷോയുടെ മുമ്പ്? അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്തായിരുന്നു, ഈ മണ്ടനായ കറക്റ്റ് ആണല്ലോ, അയാൾ കറക്റ്റ് ചെയ്തു, ആ വിനറുമായി സെറ്റുമായി, പറഞ്ഞ ആള് ആരെ പേര് പറഞ്ഞു, ആൾ വിനറായി കറക്റ്റ് കൃത്യമായി എങ്ങനെ വിനറാവുന്ന പറഞ്ഞു. അത്രേ ഉള്ളൂ. അവിടെ ആര്യം പറഞ്ഞത് എന്താണ്, ഇത് കഴിഞ്ഞ് അതായത് ഓഡീഷനൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഈ പറയുന്ന ആര്യൻ ഈ പി ആറുമായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് പറയുന്നു ഇന്ന ആള് വിജയിക്കും, ഇന്ന ആള് ഉള്ളി പോകുന്നുണ്ട്, ഇന്ന ആള് ഞങ്ങൾക്ക് പി ആറിന് പൈസ തന്നിട്ടുണ്ട്, ഇന്ന ആള് മാത്രമേ വിജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞത് എങ്ങനെയാണോ പറഞ്ഞത് ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം വിന്നായെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ റോഷൻ പറയുന്നു റാണ്ടമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആര്യൻ അത് വ്യക്തമാക്കി കൊടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത്. എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ ഒരു പി ആർ വിചാരിച്ചാൽ ആ ആളെ വിജയിപ്പിക്കാനായിട്ട് പറ്റും. അവരാരുടെയാണോ പി ആർ എടുത്തിരിക്കുന്നത് ആ ആളെ വിജയിപ്പിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇവർ കയറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറയുന്ന വിനു പോസ്റ്റ് ഇട്ടത് അനു തന്നെയാണ് വിജയിയെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വിനു. അപ്പൊ ആ ഷോയിൽ പോയി അവിടെ കളിക്കുന്ന 10-25 കണ്ടസ്റ്റന്റുകൾക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന അനുവിന്റെ പി ആറുകൾ ചെയ്തത് ഓരോ മനുഷ്യന്റെയും അവിടെ പോയിരിക്കുന്ന ഓരോരുത്തരുടെയും ലൈഫിനെ വെച്ചിട്ടാണ് അവർ കളിച്ചിരിക്കുന്നത്. ആരിന്റെ ലൈഫ് അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു, അതോടൊപ്പം തന്നെ ജിസേലിന്റെ ഇല്ലാണ്ടാക്കി കളഞ്ഞു, അതോടൊപ്പം തന്നെ അപ്പാനി ശരത്ത്, ബിൻസി, അക്ബർ, ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെ ലൈഫ് വെച്ചിട്ടാണ് ഇവരുടെ ഈ പി ആറുകൾ കളിച്ചുകൊണ്ടിരുന്നത്.